18ാം ലോകസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞു. ഫലങ്ങളൊക്കെ എത്തി. സംസ്ഥാനത്തിൽ വലിയ ചൂടേറിയ സംവാദങ്ങളാണ് നടക്കുന്നത്. മിക്ക മണ്ഡലങ്ങളിലും BJPയുടെ വോട്ട് വർധനയാണ് വിഷയം. ഒരുപക്ഷെ മുഖ്യമന്ത്രി ഏറ്റവും കൂടുതൽ അലോസരപ്പെടുത്തിയത് മറ്റെന്തിനേക്കാളും തൃശ്ശൂരിലുള്ള സുരേഷ് ഗോപിയുടെ വിജയമാണ്. മുമ്പൊക്കെ പറഞ്ഞിരുന്നത് വോട്ടുകൾ BJPക്ക് വർധനവുണ്ടായാൽ അതൊക്കെ കോൺഗ്രസിൽ നിന്ന് UDF-ൽ നിന്നുള്ള വോട്ടുകളുടെ ഒഴുക്കാണ് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഇത്തവണ സുരേഷ് ഗോപിക്കുണ്ടായ വൻ വിജയം ഒരുപക്ഷെ മറ്റെന്ത് തരത്തിലുള്ള ന്യായീകരണങ്ങൾ കൊണ്ടും അതിനെ സാധൂകരിക്കാനാകില്ല എന്നുള്ളതാണ് പിണറായി ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തിയത്. മാത്രമല്ല, പരമ്പരാഗതമായി ഉറച്ചു നിന്ന ചില വോട്ടിംഗ് വിഭാഗങ്ങൾ ഇത്തവണ ഇടതുപക്ഷത്തെ ഉപേക്ഷിച്ച് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനകൾ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും വരികയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്ന BJPയുടെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിലും കോർ കമ്മിറ്റി യോഗത്തിലും ശ്രദ്ധേയമായൊരു നിരീക്ഷണം അവർ പുറത്തു പറഞ്ഞിരിക്കുകയാണ്. അതായത് CPM ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് തങ്ങൾക്കുണ്ടായ വോട്ടാണ് അവർ നന്ദിയോടെ സ്മരിച്ചത്. സുരേഷ് ഗോപിയുടെ വോട്ട് നില ഒരുപക്ഷെ തൃശ്ശൂരിൻ്റെ ചരിത്രത്തിൽ എടുത്ത് പരിശോധിച്ചാൽ അവിടെയുള്ള 7 നിയമസഭാ മണ്ഡലങ്ങളിൽ മിക്ക മണ്ഡലങ്ങളും ഇടതുപക്ഷത്തോടൊപ്പം ലീഡ് ചെയ്തിരുന്ന മണ്ഡലങ്ങളാണെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരേ ഒരു സ്ഥലമൊഴികെ മറ്റൊരിടത്തും അവർക്ക് ആയില്ല എന്നുള്ളതാണ്. അവിടെയും മുന്നേറിയത് സുരേഷ് ഗോപി മുരളീധരനാണ്. ഗുരുവായൂരിലാണ് സുരേഷ് ഗോപി അല്ലാതെ മറ്റൊരാൾ ലീഡ് ചെയ്ത ഒരേ ഒരു സ്ഥലം, ഗുരുവായൂർ മണ്ഡലത്തിൽ. അവിടെ ലീഡ് ചെയ്തത് മുരളീധരനാണ്. അതാണ് ഏറ്റവും രസകരമായ കാര്യം. എന്ന് പറഞ്ഞാൽ മിക്ക സ്ഥലങ്ങളിലും LDFിൻ്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രങ്ങളിലെല്ലാം BJP തൃശ്ശൂരിൽ കടന്നു കയറി എന്നുള്ളതാണ്. CPM ശക്തി കേന്ദ്രങ്ങളിൽ നിന്നുള്ള ഈ വോട്ടൊഴുക്കാണ് ഇപ്പോൾ BJPയുടെ വോട്ട് വർധനയ്ക്ക് കാരണമെന്ന് പൊതുവെ വിലയിരുത്തലുകളുണ്ടായി. കേരള സർവകലാശാലയുടെ സർവേ റിസർച്ചിൻ്റെ പഠന വിഭാഗം നടത്തിയ പഠനത്തിലും സെൻറ്റർ ഫോർ ദ സ്റ്റഡി ഓഫ് ഡെവലപ്പിംഗ് സൊസൈറ്റീസ് യോഗേന്ദ്ര യാദവിൻ്റെ മുമ്പുണ്ടായിരുന്ന CSDS നടത്തിയ പഠനത്തിലും ഒക്കെ ഈ വിവരങ്ങളാണ് ശ്രദ്ധേയമായി പങ്കുവച്ചിട്ടുള്ളത്. വളരെ കൃത്യമായി പറഞ്ഞാൽ തൃശ്ശൂരിൽ അവർ കരുതുന്നത് പോലെ തന്നെ പിന്നോക്ക വിഭാഗങ്ങളുടെ വോട്ടിലും അതുപോലെ തന്നെ ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ വോട്ടിലും പട്ടികവർഗത്തിൽപ്പെട്ട ജനങ്ങളുടെ വോട്ടിലുമൊക്കെ BJPക്ക് അനായാസം കടന്നു ചെല്ലാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിൻ്റെ വിവരമാണ് പുറത്തു വരുന്നത്. അതുപോലെ തന്നെ ഇപ്പം തിരുവനന്തപുരം എടുത്ത് നോക്കിയാലും ആറ്റിങ്ങലെടുത്ത് നോക്കിയാലും ആലപ്പുഴ എടുത്തു നോക്കിയാലും BJPക്ക് വലിയ വർധനയാണ് ഇവിടെയൊക്കെ ഉണ്ടായിട്ടുള്ളത്. പാലക്കാട്, ആറ്റിങ്ങൽ, അതുപോലെ തന്നെ ആലപ്പുഴ പോലെയുള്ള സ്ഥലങ്ങളിൽ BJPക്ക് കിട്ടിയ വോട്ട് വർധന അപ്രതീക്ഷിതമാണ്. പ്രത്യേകിച്ച് ആലപ്പുഴയിലെ കാര്യം. ഇത് ഏത് വിഭാഗത്തിൻ്റെ വോട്ടിലാണ് തങ്ങളുടെ ഈ വോട്ടിൽ വർധനവുണ്ടായതെന്ന് പരിശോധിക്കുമ്പോഴാണ് നമ്മൾ തെരഞ്ഞെടുപ്പിന് മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്. കൃത്യമായി പറഞ്ഞാൽ ഇടതുപക്ഷത്തോടൊപ്പം നിന്ന ഈഴവ വിഭാഗങ്ങളുടെ വോട്ടുകളിൽ കാര്യമായ വിള്ളൽ വന്നിരിക്കുന്നു. അവയിൽ ഇപ്പോൾ വലിയൊരു വിഭാഗം BJPക്ക് പിന്തുണ നൽകുന്നു എന്നുള്ളതാണ്. ഇത് ആലപ്പുഴ വളരെ വ്യക്തമാണെങ്കിൽ ഒരുപക്ഷെ ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ വോട്ടുകൾ കൂടി ഉറപ്പിച്ചു നിർത്തുവാൻ തൃശ്ശൂരിലായി എന്നുള്ളതാണ്. എന്നാൽ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിക്ക് ചെറിയ വിമർശനങ്ങൾ നേരിടേണ്ടതായി വന്നു. കാരണം ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ വോട്ടുകൾ തിരുവനന്തപുരത്ത് ഉറപ്പാക്കുന്നതിൽ തിരുവനന്തപുരത്തെ നേതൃത്വം പരാജയപ്പെട്ടു, അഥവാ ജില്ലാ കമ്മിറ്റി നേതൃത്വം പരാജയപ്പെട്ടു എന്നുള്ള വിമർശനങ്ങളാണ് കമ്മിറ്റിയിൽ വന്നിട്ടുള്ളതാണ്. ഏറെക്കുറെ അത് ശരിയുമാണ്. അതൊരുപക്ഷെ രാജീവ് ചന്ദ്രശേഖർ വളരെ വൈകിയാണ് തിരുവനന്തപുരത്ത് എത്തി പ്രവർത്തനങ്ങൾ തുടങ്ങിയതെങ്കിലും അത് വളരെ വലിയ ചലനമുണ്ടാക്കി എന്നുള്ളതാണ്. നേരത്തെ ഉണ്ടായിരുന്ന വോട്ടിൽ നിന്ന് വലിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ എങ്കിൽ പോലും ഒരല്പം കൂടി ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ BJPക്ക് തൃശ്ശൂരും ആലപ്പുഴയും അതുപോലെ തന്നെ ആറ്റിങ്ങലും തിരുവനന്തപുരവും വിജയിക്കാമായിരുന്നു എന്നുള്ള കണക്കുകൂട്ടലിലാണ് ഇപ്പോൾ BJP നേതൃത്വമുള്ളത്. പ്രത്യേകിച്ച് ആറ്റിങ്ങലിലും തിരുവനന്തപുരത്തും ഒരല്പം കൂടി ശ്രദ്ധ ഒരുപക്ഷെ BJP കാണിച്ചിരുന്നെങ്കിൽ BJPക്ക് അനായാസേന ജയിക്കാൻ കഴിയുമായിരുന്നു എന്നുള്ള വിലയിരുത്തൽ ഇപ്പോൾ ഉണ്ട്. BJPയുടെ ഇടതുപക്ഷത്തിൻ്റെ ശക്തി കേന്ദ്രങ്ങളായിട്ടുള്ള മിക്ക സ്ഥലങ്ങളിലും BJP വളരെ വലിയ വോട്ട് വർധന ഉണ്ടാക്കിയിട്ടുണ്ട്. ഏതാണ്ട് 35,000 മുതൽ 75,000 വരെ വോട്ടുകൾ നേടിയ സ്ഥലങ്ങളിൽ വളരെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനം ഉണ്ടാകണം. അങ്ങനെ വരുന്ന ഏതാണ്ട് 60ഓളം മണ്ഡലങ്ങളുണ്ട്, നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. അവിടെയൊക്കെ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനം ഇനി ഉണ്ടാകണം എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഏതാണ്ട് 11ഓളം മണ്ഡലങ്ങളിൽ, നിയമസഭാ മണ്ഡലങ്ങളിൽ BJP 1ാം സ്ഥാനത്തോ 2ാം സ്ഥാനത്തോ ഒക്കെ ആയി വരുന്നു എന്നുള്ളതാണ് വാർത്ത. അപ്പോൾ ഇതൊക്കെ BJPയെ സംബന്ധിച്ചിടത്തോളം
വളരെ വലിയ ഒരു ആത്മവിശ്വാസം നൽകുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും, പ്രത്യേകിച്ച് പയ്യന്നൂർ എടുത്ത് നോക്കിയാൽ, അതുപോലെ തന്നെ തളിപ്പറമ്പ് എടുത്ത് നോക്കിയാൽ, ധർമ്മടം എടുത്ത് നോക്കിയാൽ, ഇങ്ങനെ ഇടതുപക്ഷത്തിൻ്റെ ശക്തി കേന്ദ്രമായിരുന്ന പല സ്ഥലങ്ങളിലും അവിടെ വോട്ട് വിഹിതത്തിൽ കുറവുണ്ടായിട്ടുള്ളത് കോൺഗ്രസ് പാർട്ടിക്കല്ല. സ്വാഭാവികമായ ഒരു ചെറിയ കുറവ് മാത്രമാണ് അവിടെയൊക്കെ കാണിക്കുന്നത്. കോൺഗ്രസ് പാർട്ടിക്ക് അവിടെ അത്ര വലിയ നഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അവരുടെ വോട്ടുകൾ പലയിടത്തും നേരിയ വർധനവയാണ് കാണിക്കുന്നത്. എന്നാൽ അവിടെ വലിയ വോട്ട് വർധന BJPക്ക് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം നേരത്തെ തന്നെ ഉണ്ടായിരുന്നതിൽ നിന്ന് ഒരു വലിയ ശതമാനം, ഏതാണ്ട് 4%, 5% അടുത്ത് വോട്ട് വർധന കേരളത്തിലുണ്ടായി എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. നമുക്കറിയാമല്ലോ, കേരളത്തിലെ മിക്ക മൊത്തത്തിലുള്ള വോട്ടിംഗ് ഷെയർ എടുത്ത് പരിശോധിച്ചാൽ 13%-ത്തിൽ നിന്ന് ഏതാണ്ട് 18-19% വരെയുള്ള ആ BJPയുടെ വളർച്ച, ഏതാണ്ട് 5-6% വോട്ടിംഗ് ശതമാനത്തിലുണ്ടായ വർധനവ്, വോട്ട് ഷെയറിലുള്ള, വോട്ട് വിഹിതത്തിലുള്ള വർധനവ് BJPക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നതാണ്. എവിടെ നിന്നാണ്, ഏതൊക്കെ വിഭാഗങ്ങളിൽ നിന്നാണ് ഈ വോട്ടുകൾ വരുന്നത് എന്നുള്ളതാണ് നിർണായകമായി BJP വിലയിരുത്തിയത്. അവരേറ്റവും പ്രധാനമായി കണ്ടത് പ്രധാനമായും ചെറുപ്പക്കാരുടെ ഇടയിലുള്ള വോട്ടുകളാണ്. മറ്റൊന്ന് അർബൻ മേഖലയിലുള്ള, സിറ്റി കേന്ദ്രീകൃതമായിട്ടുള്ള വോട്ടുകളാണ്. അപ്പോൾ ഗ്രാമപ്രദേശങ്ങളിൽ കുറെ കൂടി ശ്രദ്ധ പതിപ്പിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ള കാര്യം അവർ തിരിച്ചറിയുന്നു. മറ്റൊന്ന്, ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ നിന്ന് വോട്ടുകൾ പരമാവധി സ്വായത്തമാക്കേണ്ടതായിട്ടുണ്ടെന്നും അവിടെ ചെറിയ ചില വിള്ളലുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ BJPയുടെ ദേശീയ നേതൃത്വത്തിൻ്റെ ചില പ്രസ്താവനകൾ വന്നിട്ടുണ്ട്. അവിടെ ജോർജ് കുര്യന് ചില നിർദ്ദേശങ്ങൾ നൽകിയായിട്ടുള്ള വാർത്ത നമ്മൾ പത്രത്തിൽ കണ്ടതാണ്. പറഞ്ഞിരിക്കുന്നത് സഭാ നേതൃത്വത്തെ അടുപ്പിക്കാനല്ല, അതോടൊപ്പം തന്നെ അതിലല്ല ശ്രദ്ധ ഊന്നേണ്ടത്, അണികളെ അടുപ്പിക്കുവാനാണ്. എന്ന് പറഞ്ഞാൽ അണികളെ തങ്ങളോടൊപ്പം ചേർത്ത് നിർത്തുവാനാണ്. എന്ന് പറഞ്ഞാൽ പരമാവധി ക്രിസ്ത്യൻ വിഭാഗങ്ങളിലേക്ക് കയറി ആ വോട്ടുകൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തുമ്പോഴേക്കും സ്വായത്തമാക്കാൻ വേണ്ടി തന്നെയാണ് BJP പരിശ്രമിക്കുന്നത് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ പരമാവധി നേട്ടം കൊയ്യാൻ കഴിയുന്ന മണ്ഡലങ്ങളിൽ, പത്തനംതിട്ട മാത്രമാണ് ഒരുപക്ഷെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഇത്തവണ BJPക്ക് വോട്ടിംഗ് ഷെയറിൽ കുറവ് വന്നു. അതിന് കാരണങ്ങളുണ്ട്. നേരത്തെ K. സുരേന്ദ്രൻ മത്സരിച്ചിരുന്നു, പക്ഷേ ശബരിമല വിഷയങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അവിടെ പിന്തുണയായിട്ടുണ്ടായിരുന്നു. ഇത്തവണ അനിൽ ആന്റണിയാണ് മത്സരിച്ചത്. അത്രത്തോളം വലിയൊരു പിന്തുണ അനിൽ ആന്റണിക്ക് ഉറപ്പാക്കാൻ അവിടെ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ ബാക്കിയുള്ള മിക്ക മണ്ഡലങ്ങളും എടുത്ത് പരിശോധിച്ചാൽ അവിടെയൊക്കെ BJP വളരെ കാര്യമായ തരത്തിൽ ഏതാണ്ട് 10% വരെ വോട്ട് വർധനമാണ് പല സ്ഥലങ്ങളിലും നമുക്ക് BJPയുടെ വളർച്ചയായിട്ട് കാണാൻ കഴിയുന്നത്. ഇത് വളരെ വലിയ ഒരു മാറ്റമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം മിക്ക സ്ഥലങ്ങളിലും BJP നോക്കിക്കഴിഞ്ഞാൽ ജയസാധ്യതയുള്ള സ്ഥലങ്ങളിൽ ഏതാണ്ട് 28%, 30%, 27% ഇങ്ങനെയൊക്കെയുള്ള വോട്ട് ഷെയറിലാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ അത്രത്തോളം ഏതാണ്ട് അതൊരു 40-ലേക്കും 37-ലേക്കൊക്കെ എത്തുമ്പോഴേക്കും അതൊരു വിജയത്തിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് പല നിയമസഭാ മണ്ഡലങ്ങളിലും വരും ദിവസങ്ങളിൽ BJP വളരെ കേന്ദ്രീകൃതമായി പ്രവർത്തിക്കുകയും, നേരത്തെ പറഞ്ഞതുപോലെ 10-11 നിയമസഭാ മണ്ഡലങ്ങളിൽ ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രം കഴിയുമ്പോൾ BJP ഒന്നാമത് വരുന്നൊരു ചിത്രമാണ്. അതുകൊണ്ട് പരമാവധി അവിടെയുള്ള സീറ്റുകൾ പോക്കറ്റിലാക്കുന്നതിന്, പ്രത്യേകിച്ച് പിന്നോക്ക വിഭാഗങ്ങളുടെ ഇടയിൽ, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ ജനങ്ങളുടെ ഇടയിൽ, അതുപോലെ തന്നെ ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഇടയിൽ ഈ വോട്ടുകൾ ഉറപ്പുവരുത്താൻ BJP വരും ദിവസങ്ങളിൽ കിണഞ്ഞ് പരിശ്രമിക്കും കേരളത്തിൽ എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. നേരത്തെ BDJS-ഉമായി ബന്ധമുണ്ടാക്കിയപ്പോൾ എല്ലാവരും ചോദിച്ചൊരു കാര്യമുണ്ട്, എന്തിനാണ് BJP ഈ പണി ചെയ്യുന്നത്? കാരണം വെള്ളാപ്പള്ളി പറയും പോലെ ആരെങ്കിലും വോട്ട് ചെയ്യുമോ, അവർ പറയുന്നത് പോലെയാണോ ബാക്കിയുള്ളവരൊക്കെ വോട്ട് ചെയ്യുന്നതെന്നുള്ള വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അന്നേ നമ്മളൊക്കെ പല എഴുത്തുകളിലും തെരഞ്ഞെടുപ്പ് വിശകലനങ്ങളിലും ഒക്കെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, അത്തരത്തിലുള്ള നീക്കം BJPയെ സംബന്ധിച്ചിടത്തോളം പ്രത്യക്ഷത്തിലല്ല നേട്ടം, ആ വിഭാഗങ്ങളുമായി ഒരുമിച്ച് പ്രവർത്തിക്കും. ഒരു ഉദാഹരണം ഞാൻ പറയാം. കേരളത്തിൽ മുമ്പ് വിശ്വകർമ്മ വിഭാഗത്തിൽപ്പെട്ട വിഭാഗങ്ങളുമായി അവരുടെ വോട്ടുകൾ നേടിയെടുക്കുന്നതിന് വേണ്ടി BJP പ്രവർത്തിച്ചിരുന്നു. അന്നത് കാര്യമായ വലിയ ചലനങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. കാരണം വളരെ വലിയ സംഘടിത സംവിധാനം വിശ്വകർമ്മജരെ സംബന്ധിച്ചിടത്തോളം തുടക്കാലങ്ങളിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അവർക്ക് അതിന് കഴിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ വിഭാഗത്തിൻ്റെ വോട്ടുകൾ കാലക്രമേണ BJPയിലേക്ക് പോകുന്നു എന്നുള്ളത് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കും. അതുപോലെ തന്നെയാണ് BDJS. തുടക്കത്തിൽ അത് ദൃശ്യമായിരുന്നില്ല എങ്കിൽ ഇപ്പോൾ ഈഴവ വിഭാഗങ്ങളുടെ ഇടയിലേക്ക് BJPക്ക് ആ വോട്ട് ഉറപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു വർധനവ് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അത് BJPയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. വരും ദിനങ്ങളിൽ BJP ഇതേ തന്ത്രം ആവിഷ്കരിക്കാൻ പോകുന്ന മറ്റൊരു വിഭാഗമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്രിസ്ത്യൻ വിഭാഗങ്ങളും അതിലുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളും. എന്തായാലും BJPയുടെ ഈ തന്ത്രം തീർച്ചയായും എത്രത്തോളം ഭംഗിയായി അവതരിപ്പിക്കുന്നു നേതൃത്വം എന്നുള്ളതിലാണ് കാര്യം. വരും ദിനങ്ങളിൽ ഈ നീക്കുപോക്ക് രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് കൊയലേഷൻ പൊളിറ്റിക്സിൽ, നമ്മൾ സഖ്യകക്ഷി ഭരണങ്ങളിലും കൂട്ടുകക്ഷി സമ്പ്രദായത്തിലും ഒക്കെ അതിൻ്റെ ഏറ്റവും നല്ല ഭൂമികയായി എപ്പോഴും വിവക്ഷിക്കപ്പെടുന്ന കേരളത്തിൽ BJP ഇതെത്ര ഭംഗിയായി ഉപയോഗിക്കുന്നു
വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ എന്നാണ് എല്ലാവരും കാത്തിരുന്ന് കാണാൻ ശ്രമിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ വിഭാഗങ്ങളുടെ ഇടയിലേക്ക് BJP എത്തിച്ചേരുന്നതിന് കിണഞ്ഞ് പരിശ്രമിക്കുന്നതിന് വേണ്ടി തന്നെയാണ് അവർ സുരേഷ് ഗോപിയോടൊപ്പം കേന്ദ്രമന്ത്രിയായി ജോർജ് കുര്യനെയും നിശ്ചയിച്ചത് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. അതുകൊണ്ട് BJPയുടെ ഓരോ നീക്കവും വെൽ സ്റ്റഡീഡാണ്, ഭംഗിയായി ഹോംവർക്ക് നടത്തിയിട്ടുള്ളതാണ്, ഭംഗിയായി പഠിച്ചുകൊണ്ടുള്ളതാണ്. അതിനെ ചെറുക്കുവാൻ ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് വിയർപ്പൊഴുക്കേണ്ടി വരും. കേരളത്തിൽ ഇടതുപക്ഷം വിയർപ്പൊഴുക്കേണ്ടി വരും. അത്ര നന്നായി ഹോംവർക്ക് നടത്തുന്ന, അത്ര നന്നായി പ്രൊഫഷണലായി രാഷ്ട്രീയത്തെ കാണുന്ന ഒരു പാർട്ടിയാണ് BJP എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. അതുകൊണ്ട് തന്നെ വരും തെരഞ്ഞെടുപ്പുകളിൽ അക്ഷീണം പരിശ്രമിക്കുന്ന BJPയെ സംബന്ധിച്ചിടത്തോളം ഈ വിഭാഗങ്ങളുടെ ഇടയിലേക്കുള്ള വോട്ടുകൾ ഉറപ്പിക്കുവാൻ വേണ്ടുന്ന പരിശ്രമങ്ങൾ നടത്തും. അതിനെ ചേർക്കാൻ വരും ദിവസങ്ങളിൽ ഇടതുപക്ഷത്തിനും കോൺഗ്രസിനും എത്രമാത്രം കഴിയുന്നു, അല്ലെങ്കിൽ അത് നിലനിർത്തുവാൻ അവർക്ക് എത്രമാത്രം കഴിയുന്നു എന്നുള്ളത് നമ്മൾ വളരെ ആശങ്കയോടെ, വളരെ ശ്രദ്ധയോടെ വീക്ഷിക്കുകയാണ്. കാത്തിരിക്കാം.